ഇന്ന് മാർച്ച് 19 വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മരണത്തിരുന്നാൾ. ജോസഫ് നാമധാരികളായ എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ, പ്രാർത്ഥന, ആശംസകൾ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 7 ദിവസം നമ്മൾ സമർപ്പിച്ച നിയോഗങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. അവയെല്ലാം ഈശോ സ്വീകരിച്ചു, അനുഗ്രഹിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് ഇനിയുള്ള നാളുകളിൽ വേണ്ടതായ ക്രമീകരണങ്ങൾ യോസേപ്പ് പിതാവിനോട് ചെയ്യും എന്ന ബോധ്യത്തോടെ നമുക്ക് പങ്കെടുക്കാം. നന്ദിയായിട്ട് നമ്മൾ ഈ കേൾക്കുന്ന ഈ വീഡിയോ, മാർച്ച് 30 വരെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് സാധിക്കുന്നവർ 7 പേർക്കെങ്കിലും 7 പേർക്ക് കഴിഞ്ഞ ദിവസം 7 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥന ഒരു സുവിശേഷ പ്രഘോഷണ പ്രവൃത്തിയായി മാറുന്നതിന് വേണ്ടി, നന്ദിയുടെ ഒരു സൂചനയായി മാറുന്നതിന് വേണ്ടി ഒരു 7 പേർക്കെങ്കിലും അയച്ചു കൊടുത്ത് അവർക്കും കൂടെ യോസേപ്പ് പിതാവിന്റെ ജീവിതത്തിലെ നന്മകളെ സ്വായത്തമാക്കുവാനായിട്ടുള്ള ഒരു പ്രേരണ നമുക്ക് നൽകാൻ സാധിക്കും. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്ന ഒരു കൃതജ്ഞതയായിട്ട് നമുക്ക് കണക്കാക്കാം. ഈശോയോടൊത്ത് കഴിയുകയായിരുന്നു മാർ യോസേപ്പിന്റെ മരണം. അതുകൊണ്ട് തന്നെ യോസേപ്പ് പിതാവ് നൽമരണ മധ്യസ്ഥനായി. മരണസമയത്ത് ഈശോയോടൊത്തായിരിക്കുവാൻ യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാറുണ്ട്. മരണം ജീവിതത്തിന്റെ അന്ത്യമല്ല, നിത്യജീവിതത്തിന്റെ തുടക്കമാണ്. ശരീരത്തെ ജീവനുള്ളതായി നിലനിർത്തുന്നത് ആത്മാവാണ്. നമ്മൾ ഓരോരുത്തരും ആത്മാക്കളാണ്, നമ്മൾ ശരീരമല്ല. മരിക്കുമ്പോൾ നമ്മൾ ഈ ശരീരത്തിൽ നിന്നും വേർപെടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ശരീരത്തിൽ നിന്ന് വേർപെട്ടാലും നമ്മുടെ അനുഭവങ്ങൾ തുടരും. അപ്പോൾ മരണശേഷം ദൈവത്തിൽ എത്തിച്ചേരാനുള്ള തീവ്രമായ അഭിനിവേശത്തോടെ എല്ലാ നിമിഷവും ജീവിക്കണം. ആത്മാവിന് ഗുണകരമായവ ചെയ്യുവാൻ ഓരോ ദിവസത്തിന്റെയും നല്ലൊരു ശതമാനം മാറ്റിവെക്കണം. ഈശോ പറഞ്ഞു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. മാർ യോസേപ്പിനോട് പ്രാർത്ഥിക്കാം.